ഭാര്യ മക്കളും തനിക്ക് വേണ്ടി നിന്റെ വീട്ടിൽ കാത്തിരിക്കുമ്പോ ഇറങ്ങിപ്പോയ ഭർത്താവിനെയും കാത്ത് കണ്ണിലെണ്ണ പിടിച്ച് കാത്തിരിക്കുന്ന ഭാര്യ അവള് തന്നെ കാത്തിരിക്കുമ്പോ കിടപ്പറയുടെ വിരിപ്പ് വിരിച്ചിട്ടവള് കാത്തിരിക്കുമ്പോ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ വഴിയരികത്തിരുന്ന് ചിരിച്ച പെണ്ണിന്റെ കൂടെ നടന്നു പോകാൻ മനസ്സ് കൊതിക്കുമ്പോ അങ്ങനെയുള്ളവനോടാണ് ആ പെണ്ണ് മാടി വിളിക്കുമ്പോ അവള് മാടി വിളിക്കുന്നത് നിന്റെ പോക്കറ്റാണ്, അവള് മാടി വിളിക്കുന്നത് നിന്റെ മടിശീലയാണ്, അവള് മാടി വിളിക്കുന്നത് നിന്റെ ആരോഗ്യമാണ്. വടിയരികിൽ നിൽക്കുന്ന അഭിസാരിക പെണ്ണിന് ആ പെണ്ണിന്റെ കാലം മറന്നിട്ട് സുന്ദരമായ വീടിന്റെ കടപ്പുറക്കുള്ളൂ ആരാന്റെ ഭാര്യയുടെ ഭർത്താവിനെ മാംസം കാണിച്ചിട്ട് വിളിക്കുന്ന പെണ്ണിന് വേണ്ടത് നിന്റെ മടിശീലയാണ് ചെറുപ്പക്കാരാ, നിന്റെ കാശാണ് ചെറുപ്പക്കാരാ. നിന്റെ കാശ് നഷ്ടപ്പെട്ട് നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് നീ ഒരു വീടിന്റെ ഉള്ളിൽ കട്ടിലി കിടക്കുമ്പോ അറിയാതെ മലമൂത്ര വിസർജനം നീ ചെയ്യുമ്പോ നീ ചെയ്ത മലമൂത്ര വിസർജനം അറപ്പില്ലാതെ വെറുപ്പില്ലാതെ മുഖമൊന്ന് ചുളിക്കാതെ അത് വാരിക്കളയാതെ നിനക്ക് ആരോഗ്യമില്ല. ആ സമയത്ത് നിനക്കെതിനേക്കാ കാലത്തളന്ന് കിടക്കുമ്പോ മുറുകന്ന് മമിക്കുന്ന നിന്നെ മലം വാരിക്കളയാൻ മുഖം ചുളിക്കാതെ അറപ്പില്ലാതെ വെറുപ്പില്ലാതെ വാരിക്കളയാൻ രണ്ട് സ്ത്രീ ജന്മത്തിലെ കടിയോ അതിലൊന്ന് നിന്റെ ഉമ്മയാണ്, മറ്റൊന്ന് നിന്റെ ഭാര്യയാണ്. നിന്റെ കാമുകി വരില്ല, നിന്റെ കാമുകി വരില്ലടാ, നിന്റെ കാമുകി വരില്ലടാ. ഭാഷയ്ക്ക് കടുപ്പം കൂടിയാൽ എന്നോട് പരിതപിക്കരുത്. നിയന്ത്രണമില്ലാത്ത മലമെന്ന് പോകുന്നു അന്ന് നിന്റെ കാമുകി മറ്റൊരുത്തനെ തേടി പോകും. അപ്പോഴും മറപ്പില്ലാതെ വെറുപ്പില്ലാതെ മുഖമൊന്ന് ചുളിക്കാതെ ഇത്തനാൾ എന്റെ മക്കൾ കണ്ണണ്ണവന് കയ്യിൽ പിടിച്ചു കൂട്ടി വന്ന അന്ന് മുതൽ ഇന്നേ വരെ എനിക്ക് 3 നേരം ഭക്ഷണം തന്ന ആളാണിത്. അതുകൊണ്ട് അല്ലാഹുവേ ഈ മലമൂത്ര വിസർജനം മറപ്പില്ലാതെ വെറുപ്പില്ലാതെ കോരിക്കളഞ്ഞാൽ എനിക്ക് റഹ്മാ ബീവിയുടെ അയ്യൂബ് നബിയുടെ റഹ്മാ ബീവിയുടെ സ്വർഗം കിട്ടുമെന്ന് കരുതുന്നത് ആരാന്റെ വീട്ടിൽ നിന്റെ മടിക്കുത്തിന്റെ കനം കണ്ടിട്ട് നിന്നോട് കെട്ടിപ്പിടിച്ച കാമുകിയല്ല, നിന്നെ മക്കളെ പ്രസവിച്ചതെന്ന് നിനക്ക് വേണ്ടി കാത്തിരുന്ന ഭാര്യയാണെന്നുള്ള ഓർമ്മ നിനക്കുണ്ടാവണം. അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. അല്ലാഹു പറയില്ല, അല്ലാഹു ബോധം തരട്ടെ. മിക്കതും പകൽ മാന്യതയുടെ വെളിച്ചത്തിന്റെ ഉള്ളിലാണ്. ഹൃദയം പ്രകമ്പനം കൊള്ളണം, വാളുകള് തിരിച്ചെടുത്താവണം. കഴിഞ്ഞ 2 മാസം മുമ്പ് കൊണ്ടോട്ടിയിലെ ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി എന്ന വിഷയം ഞാൻ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഒരു ഭർത്താവ് എന്തോ അറിയാതെ ഫോൺ എടുത്തതാണ്. ഞാൻ പതിവായി സേവ് ചെയ്യാത്ത നമ്പറില്ലാത്ത കോളുകൾ എടുക്കാറില്ല, ഇനി സേവ് ചെയ്താൽ തന്നെ അധികം എടുക്കാറില്ല. അറിയാതെ ഒന്ന് എടുത്തപ്പോ ഉസ്താദേ 2 മാസം കൊണ്ട് തുടർച്ചയായിട്ട് വിളിക്കുകയാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എന്റെ ഭാര്യ കാക്കനാട് ഇൻഫോടെക്കിൽ ടെക്കിയാണ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞങ്ങള് പിരിഞ്ഞതാണ്. ഞാൻ അറിയാതെ കൊണ്ടോട്ട് വഴി കോഴിക്കോടിന് പോയപ്പോ നിങ്ങളുടെ പ്രസംഗം കേട്ടു, ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി. അത് കേട്ട് പിറ്റേ ദിവസം രാവിലെ എന്റെ ഭാര്യ വീട്ടിൽ പോയി ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ്. അതിന്റെ കാരണം നിങ്ങളുടെ വഴലാണ്. ഞാൻ ഈ പറഞ്ഞതും മേന്മ പറയാനല്ല, ഇനി എന്റെ വഴല് തീരട്ടെ പോവട്ടെ, എനിക്കത് പ്രശ്നമല്ല. പക്ഷേ സഹോദരങ്ങളെ, ഈ വഴലുകൾ നമ്മുടെ മനസ്സിന്റെ തിരുത്തുകളായി മാറണം. എന്റെ വാത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല, അതിപ്പോ ചിലര് പറയും പോയി തീർന്നു. ആവട്ടെ, തീർന്നിട്ടൊന്നുമില്ല, എപ്പോഴും ഉണ്ട് ബാക്കി. ചിലരെയും തീർന്നു പോയടെ, അവനവന്റെ കാര്യം കഴിഞ്ഞു, പള്ളിയൊക്കെ ആയി വിചാരമൊക്കെ പൊന്തി. ഇനി പള്ളി ഇടിഞ്ഞു വീണാലേ അവരെ ആവശ്യമുള്ളൂ, രണ്ടാമത് ഉണ്ടാക്കാൻ. തോന്നിട്ട് ഇപ്പോഴും ഉണ്ട് ബാക്കി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലര് പറയും ഇപ്പൊ ഓരോന്നോരാണ്, ഞാനിപ്പോ വളരെ സ്വതന്ത്രനാണ്, ആരുമായിട്ട് കൂടുതൽ അടുപ്പവും ഇല്ല, കൂടുതൽ അകലവും ഇല്ല, വളരെ സന്തോഷ സമാധാനം. ഒത്തിരി അടുത്താൽ പിന്നെ അകലുമ്പോ കൽവ് വേദനിക്കും, ഒത്തിരി അകന്നാൽ പിന്നെ അടുക്കുമ്പോ ഇത്രയും നാൾ അകറ്റി നിർത്തിയല്ലോ എന്ന് ഹൃദയത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാവും. അപ്പൊ അതിനേക്കാൾ നല്ലത് NSS ആണ്, സമദൂരവും സമസാമീപ്യവും. അതുകൊണ്ട് ഞാനിപ്പോ പലരും പറയാണ് ഉസ്താദ് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ വലിയ ആളായത് കൊണ്ടൊന്നുമല്ല, ജീവിതം കുറെ ഗുണപാഠം തന്നതുകൊണ്ട് ആ ഗുണപാഠത്തിൽ നിന്ന് പാഠം പഠിച്ചാന്ന് കരുതിയാൽ മതി. എല്ലാരോടും
പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. سبيل الدموع سبيل مريح، تنهد يا صاحي كي تستريح، وبث الدعاء الخفي الصريح، يسعك الفضاء الرحيم الفسيح. سبيل الدموع سبيل مريح، تنهد يا صاحي كي تستريح، وبث الدعاء الخفي الصريح، يسعك الفضاء الرحيب الفسيح. سبيل الدموع سبيل مريح، تنهد يا صاحي كي تستريح، وبث الدعاء الخفي الصريح، يسعك الفضاء الرحيب الفسيح. فبالله كم تستطب القروح، ويبرأ جروح الكسير الجريح، وينشط ذاك السقيم العليم، وقد كان بالسقم دهرا طريق. تقال العثار العظام به، ويغدو الهوى ككبش ذبيح، بذكر